ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും വീണ്ടും നമ്മുടെ ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1-ാമത്തെ ക്യാൻറ്റോ 7-ാമത്തെ അധ്യായം, അതായത് ശ്രീമദ് ഭാഗവതത്തിലെ കഥാതന്തുവിലേക്കാണ് നമ്മൾ കടന്നത്. അവിടെ നമ്മൾ വ്യാസദേവൻ തൻ്റെ രചന ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഭഗവാനെയും അദ്ദേഹത്തിൻ്റെ അധീനത്തിലിരിക്കുന്ന മായാശക്തിയെയും കാണുന്നു. പിന്നെ ഈ ശരീരമാണ് ഞാനെന്ന് വിചാരിച്ചുകൊണ്ട്, ത്രിഗുണാത്മകമായ ശരീരമാണ് ഞാനെന്ന് വിചാരിച്ചുകൊണ്ട് ജീവാത്മാക്കൾ വന്നിട്ട് മായാമോഹിതരായിട്ടിരിക്കുന്നതും കാണുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആകെ ഒരു വഴിയേ ഉള്ളൂ, പരമദിവ്യോത്തമ പുരുഷനെ ശരണം പ്രാപിക്കുക. ആ പരമദിവ്യോത്തമ പുരുഷൻ്റെ ലീലകളെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങുകയാണ് വ്യാസദേവൻ. അവിടെയാണ് നമ്മൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ യുദ്ധത്തിൻ്റെ അവസാനം, അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാനം, ആ ഒരു സന്ദർഭത്തിലേക്കാണ് വ്യാസദേവൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ എന്താണ് നടക്കുന്നത്? പാഞ്ചാലിയുടെ ഉറങ്ങിക്കിടന്ന 5 പുത്രന്മാരെ ദ്രൗണി, അതായത് അശ്വത്ഥാമാവ്, നിഷ്കരുണം വധിക്കുകയാണ് ദുര്യോധനന് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത്രയും ക്രൂരകൃത്യത്തിന് ദുര്യോധനൻ പോലും എന്ത് ചെയ്തിരുന്നില്ല? മാനിച്ചിരുന്നില്ല. അതായത് ദുര്യോധനൻ പോലും അതിനെ ജുഗുപ്സാപരമായിട്ടുള്ള കർമ്മമായി കരുതി അദ്ദേഹത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അർജുനൻ വന്നിട്ട് പാഞ്ചാലിയെ സമാധാനിപ്പിക്കുകയാണ്. നീ ഇപ്പോൾ നിന്റെ കണ്ണീര് ഞാൻ തുടയ്ക്കുകയില്ല പാഞ്ചാലി. ദ്രുപദപുത്രനെ അശ്വത്ഥാമാവിനെ അല്ലെങ്കിൽ ദ്രോണപുത്രനെ മൃഗത്തെ പോലെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് അവൻ്റെ ശിരസിൽ ചവിട്ടി നിന്ന് വേണം നീ നിൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനൻ കൃഷ്ണനോടൊപ്പം, അപ്പോഴും ഭഗവാൻ പാർത്ഥസാരഥി തന്നെയാണ്, തൻ്റെ ഭക്തന്മാരുടെ ദുഃഖം അകറ്റാൻ വേണ്ടിയിട്ട് എപ്പോഴും പാർത്ഥസാരഥി തന്നെയാണ്, അല്ലേ? അപ്പോൾ ഭഗവാൻ വന്നിട്ട് എങ്ങോട്ട് പോവുകയാണ്? തൻ്റെ രഥത്തിലേറി അർജുനനെയും കൂട്ടിക്കൊണ്ട് ആ ദ്രോണാചാര്യരുടെ പുത്രൻ്റെ പിന്നാലെ പായുകയാണ്. ഇവർ രണ്ടുപേരും, അതായത് തം ആപതന്തം സവിലക്ഷ്യ ദൂരാത് കുമാരഹോദ്വിഗ്നമനഃ രഥേന പരാദ്രവത് പ്രാണപരിപ്സുർ ഊർവ്യാം യാവത് ഗമം രുദ്രഭയാത് യഥാ കാ. എന്താണ്? ബ്രഹ്മാവ് അല്ലെങ്കിൽ സൂര്യൻ, ഇവർ രണ്ടുപേരുടെയും പുരാണങ്ങളിൽ നിന്ന് ഓരോ കഥകൾ നമ്മൾ കേട്ടു. എങ്ങനെയാണോ ഇവർ രണ്ട് സന്ദർഭങ്ങളിൽ ഭഗവാൻ ശിവനെ പേടിച്ച് പരക്കം പാഞ്ഞത്, അതുപോലെ ദൂരെ നിന്നും ഈ അർജുനൻ്റെ ചാരിയറ്റ്, രഥം, കപിധ്വജൻ, അദ്ദേഹത്തിൻ്റെ രഥം കണ്ടിട്ട് ദ്രോണാചാര്യരുടെ പുത്രൻ ദ്രൗണി, അശ്വത്ഥാമ പരക്കം പായുകയാണ്. എവിടെയാണ് തനിക്ക് അഭയസ്ഥാനം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിർത്തിയത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി गोपीजनवल्लभ गिरिवरधारी जय राधा माधव कुञ्ज बिहारी गोपीजनवल्लभ गिरिवरधारी यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनातीर वनचारी यमुनातीर वनचारी जय राधा माधव कुञ्ज बिहारी गोपीजनवल्लभ गिरिवरधारी जय राधा माधव कुञ्ज बिहारी गोपीजनवल्लभ गिरिवरधारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे
जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद 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 जय जय प्रभुपाद। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. നമുക്ക് ഒന്നാമത്തെ അധ്യായം ഏഴാമത്തെ ശ്ലോകം അല്ല ഏഴാമത്തെ അധ്യായം ഒന്നാമത്തെ ക്യാൻറ്റോ 19ാമത്തെ ശ്ലോകത്തിലേക്കാണ് അടുത്തത് കടക്കാനുള്ളത്. എന്തുകൊണ്ടാണ് അശ്വത്ഥാമാവ് ഓടിയത്? അർജുനനും പാർത്ഥനും പാർത്ഥസാരഥിയും തൻ്റെ ആ രഥത്തിൽ, ദിവ്യമായ രഥത്തിൽ തന്നെ പിന്തുടർന്ന് വന്നു എന്ന് കണ്ടിട്ട് ആ തെറ്റായ കാര്യം ചെയ്ത ദ്രൗണി എന്ത് ചെയ്യുന്നു? ഓടുകയാണ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും. യഥാ ശരണം ആത്മാനം ഐക്ഷതാ ശ്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോ മേനെ ആത്മത്രാണം ദ്വിജാത്മജ. യഥാ ശരണം ആത്മാനം ഐക്ഷതാ ശ്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോ മേനെ ആത്മത്രാണം ദ്വിജാത്മജ. യഥാ ശരണം ആത്മാനം ഐക്ഷതാ ശ്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോ മേനെ ആത്മത്രാണം ദ്വിജാത്മജ. എന്താണ്? യഥാ ശരണം ആത്മാനം ഐക്ഷത ശ്രാന്തവാജിനം. എന്താണ് പറയുന്നത് ഇവിടെ? ശ്രാന്തവാജിനം, അശ്വത്ഥാമാവിൻ്റെ കുതിരകളൊക്കെ തളർന്നു. ശ്രാന്തവാജിനം എന്ന് പറഞ്ഞാൽ കുതിരകളെല്ലാം, വാജി എന്ന് പറഞ്ഞാൽ കുതിരകളെന്നാണ്. വാജിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രാന്തവാജിനം എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്വങ്ങൾ അല്ലെങ്കിൽ കുതിരകൾ തളർന്നു. ഐക്ഷത കണ്ടു. ആര്? അശ്വത്ഥാമാവ്. അപ്പോൾ എന്ത് ചെയ്യണം? അശ്വത്ഥാമാവിന് സ്വയം രക്ഷപ്പെടണം അല്ലേ? അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവസാന പരീക്ഷണം എന്ന നിലയിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കടുത്ത കാര്യമാണ് ചെയ്തത്. എന്താണ്? ബ്രഹ്മശിരാഹ. എന്താണ് ബ്രഹ്മശിരഹ? ആത്യന്തികമായ അല്ലെങ്കിൽ പരമമായ ആയുധം, ബ്രഹ്മാസ്ത്രം എന്ന് പറയും. അണു ആയുധം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വിവക്ഷിക്കാം എന്ന് പ്രഭുപാദ് പറയുന്നു. ന്യൂക്ലിയർ വെപ്പൺ, അണുവായുധത്തെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ അല്ലേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അണുവായുധം എന്നൊക്കെ. എന്താണ്? ബ്രഹ്മശിരഹ എന്നാണ് ഇവിടെ പ്രഭുപാദത്തെക്കുറിച്ച് പറയുന്നത്, വ്യാസദേവൻ വിവരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ആത്മത്രാണം, സ്വരക്ഷ അർത്ഥമാണ് അങ്ങനെ ചെയ്തത്. ആര്? ദ്വിജാത്മജ. ആരാണ്? ബ്രാഹ്മണൻ്റെ ആത്മജൻ. ആത്മജൻ എന്ന് പറഞ്ഞാൽ പുത്രൻ. അപ്പോൾ ബ്രാഹ്മണൻ്റെ ആത്മജൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രാഹ്മണൻ്റെ പുത്രൻ. ഏത് ബ്രാഹ്മണൻ്റെ പുത്രൻ? ദ്രോണാചാര്യരുടെ പുത്രൻ. ആര്? അശ്വത്ഥാമ. എന്ത് ചെയ്തു? യഥാ ശരണം ആത്മാനം ഐക്ഷത ശ്രാന്തവാജിനം. കുതിരകൾ തളരുന്നത് കണ്ട് സ്വയം രക്ഷയ്ക്കായി ഒരു അസ്ത്രം പ്രയോഗിച്ചു, അണുവായുധം ബ്രഹ്മശിരഹ പ്രയോഗിച്ചു. എന്താണ്? തൻ്റെ അശ്വങ്ങൾ തളരുന്നത് കണ്ട ബ്രാഹ്മണാത്മജൻ
ബ്രഹ്മാസ്ത്രം എന്ന പരമ ആയുധത്തെ പ്രയോഗിക്കുകയല്ലാതെ തൻ്റെ പ്രാണൻ സംരക്ഷിക്കാൻ യാതൊരു പോംവഴിയുമില്ലെന്ന് ചിന്തിച്ചു. എന്താണ് ഇവിടെ പ്രഭുപാദ് ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ചും പറയുന്നുണ്ട്, ഇവിടെ ഒരു ദ്വിജ ആത്മജ എന്ന പദത്തെയും പറയുന്നുണ്ട്. ഇത് രണ്ട് പദങ്ങളും എന്താണ് ഈ വൈദിക സാഹിത്യങ്ങളിൽ വിവരിക്കുന്ന പലതരത്തിലുള്ള ആയുധങ്ങളും നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാവുകയില്ല എന്ത് തരത്തിലുള്ള ആയുധമാണെന്ന്. എന്താണ് ഈ ഒരു ആയുധം എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മമായിട്ടുള്ള ആയുധമാണ്. മന്ത്രങ്ങൾ കൊണ്ടാണ് അതിനെ ഉദ്ദീപിപ്പിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് അശ്വത്ഥാമാവ് മന്ത്രങ്ങൾ വെച്ച് അണുവായുധം പ്രയോഗിക്കുന്നത്, പ്രസിഷൻ അല്ലെങ്കിൽ വളരെ സുവ്യക്തമായിട്ട് എവിടെയാണ് പതിക്കേണ്ടത് എന്ന് എന്താണ് പ്രഹരിക്കുന്ന ആൾക്ക് മന്ത്രങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ആയുധമാണ്, മന്ത്രങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ആയുധമാണ്. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യക്തമായും എവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ എവിടെയാണ് പ്രഹരിക്കേണ്ടത് എന്ന് എന്ത് ചെയ്യാം, അശ്വത്ഥാമാവിന് അറിയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അശ്വത്ഥാമാവിന് അത് പ്രയോഗിക്കാനേ അറിയത്തുള്ളൂ, പിൻവലിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ എന്താണ് ദ്വിജ ആത്മജ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രാഹ്മണൻ്റെ പുത്രൻ. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നീ പറയുന്ന ആശ്രമങ്ങളും വർണ്ണങ്ങളും ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നീ ആശ്രമങ്ങളും വർണ്ണ ആശ്രമധർമ്മം എന്ന സനാതനധർമ്മത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. പക്ഷേ അത് ജനനം കൊണ്ടല്ല നമുക്ക് ലഭിക്കുന്നത് എന്ന് അല്ലേ. ഒരു ഡോക്ടറുടെയും ഇനി ഒരു ഡോക്ടറുടെയും മകനോ മകളോ ഡോക്ടർ ആവാനുള്ള ഒരു ചായ്വുള്ള ആളായിരിക്കാം, പക്ഷേ MBBS MDയോ അല്ലെങ്കിൽ MS ഒന്നും എടുക്കാതെ അവർക്ക് ഡോക്ടറാകാൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഇവിടെ അശ്വത്ഥാമാവ് ആരാണ്, ദ്രോണാചാര്യർ എന്ന മഹാനായ ബ്രാഹ്മണൻ്റെ പുത്രനാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്തതുകൊണ്ട് ഇങ്ങനെയാണ് വിളിക്കുന്നത്, ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കാൻ വന്നിട്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്, ദ്വിജ ആത്മജൻ എന്ന പദം കൊണ്ട്. ബ്രഹ്മബന്ധു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ വിവരിച്ചത് അല്ലേ. എന്നാണ് യോഗ്യത കൊണ്ട് അദ്ദേഹം ആരാണ്, ബ്രാഹ്മണൻ്റെ പുത്രനാണ്. പക്ഷേ ചെയ്തി കൊണ്ട് അദ്ദേഹം എന്തായിരിക്കുകയാണ്, വളരെയധികം അധപ്പതിച്ചവനായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദ്വിജ ആത്മജ എന്ന പദം ഇവിടെ ഉപയോഗിച്ചത്. തന്നെയല്ല പ്രഭുപാദ് പറയുന്നു, ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ട് എന്താണ് പ്രഹരിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ്. അതിനെക്കുറിച്ച് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ പല സ്ഥലങ്ങളിലും വിവരിക്കുന്നുമുണ്ട്. നമുക്ക് നോക്കാം അടുത്ത ശ്ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു, ഇനി എന്ത് സംഭവിക്കും. അഥോപസ്പൃശ്യ സലിലം സന്തതേ തത്സമാഹിതഃ അജാനൻ അപി സംഹാരം പ്രാണകൃച്ഛ്ര ഉപസ്ഥിതേ. അഥോപസ്പൃശ്യ സലിലം സന്തതേ തത്സമാഹിതം സമാഹിത അജാനൻ അപി സംഹാരം പ്രാണകൃച്ഛ്ര ഉപസ്ഥിതേ. അഥോപസ്പൃശ്യ സലിലം സന്തതേ തത്സമാഹിത അജാനൻ അപി സംഹാരം പ്രാണകൃച്ഛ്ര ഉപസ്ഥിതേ. എന്തു പറ്റി? അഥോ ഉപസ്പൃശ്യ സലിലം. എന്തായാലും നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആചമനം ചെയ്യും. അതാണ് ഇവിടെ സലിലം എന്ന് പറഞ്ഞാൽ ജലം സ്പർശിച്ചിട്ടാണ് എന്താണ് നമ്മൾ ഈ വിരൽ കൊണ്ട് നമ്മുടെ ആചമന കപ്പിനകത്തുള്ള വെള്ളത്തിനകത്ത് നഖം മുട്ടാതെ തൊട്ടിട്ട് എന്താണ് ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജല അസ്മിൻ സന്നിധിം കുരു. അതായത് എല്ലാ പുണ്യനദികളെയും ഈ ജലത്തിലേക്ക് ആവാഹിച്ചിട്ട് നമ്മൾ ആചമനം ചെയ്യും. 2 തരത്തിലുള്ള ആചമനമുണ്ട്. സാധാരണ ആചമനം, എളുപ്പത്തിൽ ചെയ്യാവുന്നത് പൂർണ്ണ ആചമനം, ഒരുപാട് മന്ത്രങ്ങൾ അവിടെ ഇവിടെ എല്ലാം സ്പർശിച്ചിട്ട് ചെയ്യുന്നത് ഉണ്ട്. അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കി ശരീരത്തെ ശുദ്ധമാക്കിക്കൊണ്ടാണ് ഏത് തരത്തിലുമുള്ള പുണ്യപ്രവർത്തനങ്ങളും ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള മന്ത്രവും പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അശ്വത്ഥാമാവ് എന്ത് ചെയ്യുകയാണ്, അഥ ഉപസ്പൃശ്യ സലിലം, അങ്ങനെ ജലത്തെ സ്പർശിച്ച്
സന്തതേ എന്താണ്? സന്തതേ നമ്മളുടെ മന്ത്രങ്ങളാണ് ഉച്ചരിക്കുന്നത്. ചാൻറ്റഡ് ദി ഹൈംസ്. തത് സമാഹിത അജാനൻ അപി സംഹാരം. അതിനെ എങ്ങനെയാണ് സംഹരിക്കേണ്ടത് എന്ന് അറിയില്ല എങ്കിലും എന്താണ് പ്രയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ അറിയുകയുള്ളൂ. ഇതാണ് എന്താണ് വികലമായിട്ടുള്ള ബുദ്ധിയുള്ളവർ, അല്ലെങ്കിൽ തുടങ്ങാൻ നേരം വളരെയധികം എന്തായിരിക്കും, ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, പക്ഷേ എങ്ങനെയാണത് പൂർത്തിയാക്കേണ്ടതെന്ന് അറിയില്ല. അതാണ് ഇപ്പോൾ അശ്വത്ഥാമാവിൻ്റെ പ്രശ്നം. അശ്വത്ഥാമാവിന് അറിയാം എങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ടതെന്ന്, അത്രയ്ക്ക് നാശകാരിയായിട്ടുള്ള ഒരു അസ്ത്രമാണെന്നും അറിയാം. പക്ഷേ എന്താണ് ചെയ്യുന്നത്, അതിനെ എപ്രകാരമാണ് പിൻവലിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രാണകൃച്ഛ്രേ, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അശ്വത്ഥാമ അങ്ങ് ചെയ്യുന്നത്. ഉപസ്ഥിതേ ബീങ് പ്ലേസ്ഡ് ഇൻ സച്ച് എ പൊസിഷൻ, അതായത് അർജുനനും ഭഗവാനും കൂടെ ചേസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെ ചേസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് വേറെ എന്താണ്, ഒരു അസ്ത്രം കൊണ്ടും രക്ഷയില്ല. അർജുനൻ്റെ മുന്നിൽ എന്ത് അസ്ത്രം വിലപ്പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ദ്രോണാചാര്യരുടെ പുത്രൻ ഈ അസ്ത്രത്തെ പ്രയോഗിക്കാൻ വേണ്ടി പോകുന്നു. ഭൗതിക കർമ്മങ്ങൾ, തൻ്റെ ജീവൻ അപകടത്തിലാകയാൽ അണ്വായുധങ്ങളെ പോലുള്ള അത്തരം ആയുധങ്ങൾ എപ്രകാരമാണ് പിൻവലിക്കേണ്ടതെന്ന് അറിയാതിരുന്നിട്ടും പരിശുദ്ധീകരണാർത്ഥം ജലം സ്പർശിച്ച് അവ പ്രയോഗിക്കാനുള്ള മന്ത്രോച്ചാരണങ്ങളിൽ അവൻ മനസ്സിനെ ഏകാഗ്രമാക്കി. പ്രഭുപാദ് പറയുന്നു, ഭൗതിക കർമ്മങ്ങളുടെ സൂക്ഷ്മരൂപങ്ങൾ ഭൗതിക കൃത്രിമങ്ങളുടെ സ്ഥൂലമാർഗങ്ങളെക്കാൾ ലോലമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന്. മലയാളം ഞാൻ ഇംഗ്ലീഷും കൂടെ വായിച്ച് കേൾപ്പിക്കാം. ദ സട്ടിൽ ഫോംസ് ഓഫ് മെറ്റീരിയൽ ആക്ടിവിറ്റീസ് ആർ ഫൈനർ ദാൻ ദ ഗ്രോസർ മെത്തേഡ്സ് ഓഫ് മെറ്റീരിയൽ മാനിപ്പുലേഷൻ. എന്താണ്, നമ്മൾക്ക് കാണാൻ പറ്റുന്ന, നമ്മൾക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഈ ഗ്രോസ്, അല്ലെങ്കിൽ ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥൂലം, എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ, ഇങ്ങനെ 5 സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റിനും കാണുന്നത്. പഞ്ചഭൂതങ്ങളെന്ന് പറയും. അതിൻ്റെ വിവിധ തരത്തിലുള്ള കോമ്പിനേഷൻസാണ് നമ്മൾ എവിടെ കാണുന്നത്, ഈ പ്രപഞ്ചത്തിലെല്ലാം കാണുന്നത്. അതല്ലാതെ അതിനെക്കാട്ടിലും സൂക്ഷ്മമായ, അല്ലെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൃശ്യമല്ലാത്ത കുറച്ച് പദാർത്ഥങ്ങൾ കൂടിയുണ്ട്. മനസ്സ്, ബുദ്ധി, മിഥ്യ അഹങ്കാരം, ഇതിനെയാണ് 8 ഭൗതിക എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. 5 പഞ്ചഭൂതങ്ങളെന്ന് പറയും. പിന്നെ 3 എണ്ണം സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കളെന്ന് പറയും. 5ഉം 3ഉം കൂടെ ചേർന്നാൽ 8. ഇതാണ് ഭൗതിക മൂലകങ്ങളിലെ 8 എണ്ണം. ഇനിയും ഉണ്ട് 24, മുഴുവൻ 24 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇനിയും ഭാഗവതം വായിക്കുമ്പോഴും ഭഗവത്ഗീത വായിക്കുമ്പോഴും 24 മൂലകങ്ങൾ എന്താണെന്ന് പഠിക്കും. അത് നമ്മൾ സയൻസിൽ പഠിച്ചതുപോലെ മെർക്കുറി, മറ്റേ ഈ തരത്തിലുള്ള സോഡിയം, പൊട്ടാസ്യം, ഇങ്ങനത്തെ മൂലകങ്ങളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പഞ്ചഭൂതങ്ങൾ പ്ലസ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന ഈ നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്ന ഈ മൂലകങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്തെ സ്ഥൂലമായതിനെ നമുക്ക് കാണാം, അതായത് ഗ്രോസ് ആയിട്ടുള്ളതിനെ, പഞ്ചഭൂതങ്ങളെ നമുക്ക് കാണാം. പക്ഷേ ഈ മനസ്സ് കൊണ്ടും ബുദ്ധി കൊണ്ടും പിന്നെ അഹങ്കാരം കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ തരത്തിലുള്ള മന്ത്രോച്ചാരണം വെച്ച് ചെയ്യുന്ന തരത്തിലുള്ള ആയുധങ്ങളെല്ലാം എന്താണ്, ആ സൂക്ഷ്മമായിട്ടുള്ള ഭൗതിക വസ്തുക്കൾ കൂടിയാണ് പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അത് സത്യമാണോ മിഥ്യയാണോ എന്നൊക്കെ സംശയം തോന്നും. പക്ഷേ ഇവിടെ ആ അണ്വായുധം പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്കറിയാം, ഏകാഗ്രമാക്കിയ മനസ്സിന് ഉടമയായിട്ടുള്ള അശ്വത്ഥാമാവിന് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ അശ്വത്ഥാമാവ് അദ്ദേഹത്തെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് എന്ത് പ്രയോഗിക്കാൻ പോകുന്നത്, അണ്വായുധം പ്രയോഗിക്കാൻ പോകുന്നത്. Okay, the same method is adopted here by chanting hymns to act as nuclear weapons. ഇനി എന്ത് സംഭവിച്ചു? തദാ പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോ ദിശം പ്രാണാപദം അഭിപ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുർ ഉവാചഃ. തഥാ പ്രാദുഷ്കൃതം തേജ
പ്രചണ്ഡം സർവതോ ദിശം പ്രാണാപദം അഭിപ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുർ ഉവാചഃ തഥാ പ്രാദുഷ്കൃതം തേജഃ പ്രചണ്ഡം സർവതോ ദിശം പ്രാണാപദം അഭിപ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുർ ഉവാചഃ. നോക്കൂ, എന്ത് മനോഹരമായ വൃത്തത്തിലാണ് ഈ ഒരു ശ്ലോകം വ്യാസദേവൻ എഴുതിയിരിക്കുന്നത്. വിഷ്ണും ജിഷ്ണുർ ഉവാചഃ. എന്താണ്? ഭഗവാൻ ഒരുപാട് പേരുകളുണ്ട്. വിഷ്ണു അത് ഒരു പേരാണ് അല്ലേ? എന്താണ് വിഷ്ണു എന്ന് പറയുന്നത്? ഭഗവാൻ. വിഷ്ണുവിനോട് ആരാണ് സംസാരിക്കുന്നത്? ജിഷ്ണു. ആരാണ് ജിഷ്ണു? അർജുനൻ. ഉവാച പറഞ്ഞു. എന്ത്? ഇങ്ങനെ പറയുന്നു. എന്താണ് ഇപ്പോൾ അർജുനൻ പറയാൻ പോകുന്നത്? അർജുനൻ കാണുന്നത് എന്താണ്? തഥാ പ്രാദുഷ്കൃതം തേജഃ. എന്താണ്? തേജസ്. വളരെയധികം ഗ്ലെയറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകാശമാനമായിരിക്കുന്ന ആ ഒരു അസ്ത്രത്തിൻ്റെ ഇഫക്റ്റിനെ കണ്ടിട്ട് പ്രചണ്ഡം. എന്താണ് പ്രചണ്ഡം എന്ന് പറഞ്ഞാൽ? ഭയങ്കര പേടിപ്പെടുത്തുന്ന, ഫിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന, സർവതാ ദിശം പ്രാണാപദം, എല്ലാ ദിശകളിലും വ്യാപിച്ച് പ്രാണനെ ആപത്ത് വരുത്തുന്ന പ്രാണ ആപദം. എന്താണ്? അഭിപ്രേക്ഷ്യ കണ്ടിട്ട് എന്തു ചെയ്യുന്നു? വിഷ്ണു ജിഷ്ണു ഉവാചഃ. ഭഗവാന്റെ കൂട്ടുകാരനാണ് അർജുനൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അർജുനൻ ഭഗവാനെ തൻ്റെ ഗുരുവായി കരുതി ഭഗവത്ഗീത മുഴുവൻ കേട്ടത്. അതിനുശേഷം എന്താണോ അങ്ങയുടെ ഇഷ്ടം അത് നിറവേറട്ടെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ സറണ്ടർ ചെയ്തത്. ഇവിടെയും അർജുനൻ അതേ കാര്യം തന്നെ ചെയ്യുന്നു. എന്താണ്? തനിക്ക് ഒരു ആപത്ത് വരുമ്പോൾ ഭക്തൻ ആരെ അഭയം പ്രാപിക്കുന്നു? ഭഗവാനെ അഭയം പ്രാപിക്കുന്നു. സോ വിഷ്ണു ജിഷ്ണുർ ഉവാചഃ. ഭഗവാനോട് അർജുനൻ പറയുന്നു. എന്താണ്? ഉടൻ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രദീപ്തി സർവ്വദിശകളിലും പ്രസരിച്ചു. സ്വജീവിതം അപകടത്തിലാകുമെന്ന് ഭയപ്പെടും വിധം തീക്ഷ്ണമാകയാൽ അർജുനൻ സ്വയം സമർപ്പണം ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാനെ അഭിസംബോധന ചെയ്യാൻ ആരംഭിച്ചു. അണുവായുധം എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് അനുഭവിക്കുന്ന ഒരു ജനത ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അന്ന് അണുവായുധത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് ഇട്ട ആൾക്കും അറിയില്ലായിരുന്നു. അത് എവിടെയാണോ ഇട്ടത് അവർക്കും അറിയില്ലായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അത് അത്രയും വിനാശകാരിയാണെന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് അതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ചോദിക്കുന്നതിനും പറയുന്നതിനും എല്ലാത്തിനും അണുവായുധം പ്രയോഗിക്കും. ഇപ്പോഴും പലരും ബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ അണുവായുധമുണ്ട്, നിങ്ങളുടെ കയ്യിൽ അണുവായുധമുണ്ട്, അത് പ്രയോഗിക്കും ഇത് പ്രയോഗിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താണ് ഇവിടെ ആരാണ്? അശ്വത്ഥാമാവ് ഇതുപോലെയാണ്. അശ്വത്ഥാമാവിന് പ്രഹരിക്കാനേ അറിയുകയുള്ളൂ. എന്തറിയില്ല? അശ്വത്ഥാമാവൻ അതിനെ സംഹരിക്കാൻ അറിയില്ല. എത്രയധികം വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രാണരക്ഷാർത്ഥം. അതാണ് ദ്രോണാചാര്യർ തന്നെയാണ് അശ്വത്ഥാമാവിന് ഇത് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ദ്രോണാചാര്യർ പറഞ്ഞു, ഇത് ചുമ്മാ നിനക്ക് തോന്നുന്നത് പോലെ ഉപയോഗിക്കാൻ പറ്റണതല്ല, ഇത് എന്തിനുള്ളതാണ്? ഇത് ആ പ്രാണരക്ഷാർത്ഥം മാത്രം ഉപയോഗിക്കാൻ ഉള്ള ആയുധമാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അത് പറഞ്ഞു കൊടുത്തത്. പക്ഷെ അത് എങ്ങനെയാണ് സംഹരിക്കുന്നത് ഉപസംഹരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. പക്ഷെ എന്നാലും നോക്കൂ, അല്പജ്ഞാനം ആപത്ത് ആണ് എന്ന് പറയുന്നത് പോലെ എന്താണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആര്? അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിൻ്റെ ആ ഒരു ആയുധപ്രയോഗം കൊണ്ട് നമുക്കറിയാം, ജപ്പാനിൽ ആരായുധം പ്രയോഗിച്ചു? വേൾഡ് വാറിൻ്റെ സമയത്ത് ശത്രു രാജ്യം ആയുധം പ്രയോഗിച്ചപ്പോൾ, അതായത് അണുവായുധം പ്രയോഗിച്ചപ്പോൾ മുഴുവൻ കരിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. നമ്മളുടെ ഹിസ്റ്ററി ബുക്കുകളിലൊക്കെ നമ്മൾ കേൾക്കും അല്ലേ? അത് ഭൗതികമായിട്ടുള്ള ഒരു അണുവായുധത്തിന് ഈ കഴിവുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അർജുനൻ പറയുന്ന അല്ലെങ്കിൽ അശ്വത്ഥാമാവ് പ്രയോഗിക്കാൻ പോകുന്ന ബ്രഹ്മാസ്ത്രത്തിന് എന്താണ് ഇഫക്റ്റ് എന്ന് നോക്കാം. ഉടൻ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രദീപ്തി സർവ്വദിശകളിലും പ്രസരിച്ചു. സ്വജീവിതം അപകടത്തിലാകുമെന്ന് അർജുനൻ പോലും ഭയപ്പെട്ടു. എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അഭിസംബോധന ചെയ്തു. എങ്ങനെയാണ് പറഞ്ഞത്? നമ്മൾ വായിക്കാൻ പോകുന്നത് അർജുനൻ്റെ പ്രയേഴ്സാണ്. ഇനിയുള്ള ഒരു 4-5 ശ്ലോകങ്ങളെന്ന് പറയുന്നത് അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ്.
നോക്കൂ, ഒരു ഭക്തൻ ഒരിക്കലും ഒരു ആപത്കരമായിട്ടുള്ള സന്ദർഭത്തിൽ പെട്ടാലും അദ്ദേഹം വന്നിട്ട് തൻ്റെ ശുഭാപ്തി വിശ്വാസത്തെ നശിപ്പിച്ച് കളയുന്നില്ല, അല്ലെങ്കിൽ നിരാശനാകുന്നില്ല. കാരണം എന്താണ്? ഭൂമി അല്ലെങ്കിൽ ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുഃഖാലയം, അശാശ്വതം ആണ് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. നമ്മളെല്ലാം കാണുന്നുമുണ്ട്. ഇന്നലെ വരെ വളരെ മനോഹരമായിരുന്ന ഒരു സ്ഥലത്ത് ഒരു നിമിഷം കൊണ്ടാണ് 28 പേരുടെ ജീവിതം പോയത്, അല്ലേ? 28 പേരുടെ ജീവിതം പോയത്. അതുവരെ, അതായത് വളരെ സന്തോഷകരമായിട്ട് അവിടെ എന്താണ് ചോന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്കെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ജീവിതം പോകുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്ന ദുഃഖാലയം അശാശ്വതമാണ് എന്നതിന് വേറെ എന്തെങ്കിലും എവിഡൻസ് വേണോ? വേണ്ട. നോക്കൂ, ഇപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ആ ദുഃഖാലയം അശാശ്വതം വീണ്ടും 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 വഷളായിക്കൊണ്ടേയിരിക്കുന്നു. ശാശ്വതമല്ലാത്ത ശരീരത്തിനെ നമ്മൾ കണ്ടു. പിന്നെ എന്ത് കണ്ടു? ശാശ്വതമല്ലാത്ത പ്രപഞ്ചത്തിനെ നമ്മൾ കണ്ടു. ശാശ്വതമല്ലാത്ത സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നമ്മൾ കണ്ടു. എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ദുഃഖ ആലയം എന്ന് ഇതിന് വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ആരെയാണ് അഭയം പ്രാപിക്കേണ്ടത്? ശരിയാണ്, കാരണം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭക്തൻ ഒരിക്കലും വന്നിട്ട് ഭീരുവായി മാറുകയില്ല. അർജുനൻ ഒരിക്കലും ഭീരുവായിരുന്നില്ല. ഭഗവാൻ എന്താണോ അർജുനനോട് ചെയ്യാൻ പറഞ്ഞത് അതനുസരിച്ച് അർജുനൻ വന്നിട്ട് ഭഗവാനെ സേവനം ചെയ്തു. പക്ഷെ അത് അർജുനൻ്റെ ധർമ്മമായിരുന്നു. നമ്മൾ അർജുനനല്ല. നമ്മൾക്ക് ഡയറക്റ്റ്ലി ഭഗവാൻ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഓർഡർ തന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്ക്രിപ്ചേഴ്സ് അല്ലെങ്കിൽ വൈദിക സാഹിത്യങ്ങളും സ്പിരിച്വൽ മാസ്റ്ററും സാധുക്കളും പറയുന്നത് അനുസരിച്ച് നമ്മുടെ ഇൻ്റലിജൻസ് കൊണ്ട് തീരുമാനിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നമ്മൾ കണ്ടു ആദ്യ തായിനെ എങ്ങനെയാണ് തിരികെ പ്രതികരിക്കേണ്ടത് എന്ന്. രാജ്യത്തിൻ്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷനിലിരിക്കുന്ന ആൾക്കാർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ബേസിക്കലി നമ്മൾ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ പ്രകാരം പെട്ടുപോകുമ്പോഴേക്കും നമുക്ക് ആരെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യുകയാണ്? അർജുനൻ ഭഗവാനെ അഭിസംബോധന ചെയ്യാൻ ആരംഭിച്ചതുപോലെ നമ്മളും ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള രൂപങ്ങളായിട്ടുള്ള ഗുരുവിനെയും സാധുക്കളെയും ശാസ്ത്രത്തിനെയും അനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ പ്രവർത്തനം നിശ്ചയിക്കേണ്ടത്, എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ആധ്യാത്മികമായിട്ടും നമുക്കിതിനകത്ത് പഠിക്കാനുണ്ട്, ഭൗതികമായിട്ടും ചില കാര്യങ്ങളെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു, ഉറപ്പായിട്ടും, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം അർജുനൻ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന്. ഭഗവാനോട് എന്നെ രക്ഷിക്കൂ എന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലാണ് എന്ന് പ്രഭുപാദ് ഇവിടെ പറയും. എന്താണ്? ഗ്ലോറിഫിക്കേഷൻ ആണ് ആദ്യം. നമ്മൾ ഭഗവാനോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടുമ്പോൾ ടു ദ പോയിന്റ്, ഇത് മാത്രം, എനിക്ക് വേണ്ടിയിട്ട് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം. അതല്ല ബിസിനസ് എന്ന് പറയുന്നത്. ഭഗവാനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഭഗവാനെ സറണ്ടർ ചെയ്യുകയാണ് അർജുനൻ ചെയ്യുന്നത്. അപ്പോൾ അർജുനൻ ഈ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഭഗവാനെ, അല്ലെങ്കിൽ എന്താണ് ഈ കാണുന്നത് ഭഗവാനെ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാനെ എന്ത് ചെയ്യുകയാണ്? അർജുനൻ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഭഗവാനോട് എന്തെങ്കിലും കാര്യം ചോദിക്കേണ്ടത് എന്നാണ് അർജുനൻ പഠിപ്പിച്ചു തരുന്നത്. എന്താണ് അർജുനൻ പഠിപ്പിച്ചു തരുന്നത്? 22ാമത്തെ ശ്ലോകം. അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കരഃ ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസ്തി സംശ്രുതേ. അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസ്തി സംശ്രുതേ. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസ്തി സംശ്രുതേ. അർജുനൻ ഫേസ് ചെയ്യുന്നത് എന്ത് പ്രോബ്ലത്തിനെയാണ്? ഭൗതികമായിട്ടുള്ള പ്രോബ്ലത്തിനെയാണ്. പക്ഷെ അർജുനൻ ഇവിടെ ഭഗവാനോട് പറയുന്നത് എന്താണ്? ലിബറേഷൻ ഫ്രം ദ മെറ്റീരിയൽ വേൾഡ് എന്നാണ്. അത് വളരെയധികം പ്രാമുഖ്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. കാരണം എന്താണ്?
നമുക്കറിയാം, ഇനി നമ്മൾ ഭാഗവതത്തിൽ കാണുന്ന പല ഭാഗങ്ങളിലും ഒരാൾ ഭഗവാനെ അഭയം പ്രാപിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഭഗവാനെ കണ്ടു കഴിയുമ്പോഴേക്കും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് വേറെ കാര്യമായിരിക്കും. എന്താണ്? ഭഗവാനെ കണ്ടു കഴിയുമ്പോൾ, ഭഗവാനെ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള കാര്യത്തിൽ നിന്നുള്ള മുക്തി മാത്രമല്ല ഭക്തൻ പ്രാർത്ഥിക്കുന്നത്, അപവർഗോസി സംസ്കൃതേ. എന്താണ്? ഈ പാവർഗത്തിൽ നിന്നുള്ള ലിബറേഷൻ, അതാണ് അപവർഗം എന്ന് പറയുന്നത്. പാവർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ, ഭ, ബ, ഭ, മ എന്ന് തുടങ്ങുന്ന 5 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഭൗതിക ലോകത്തുള്ളത്. അതിൽ നിന്നുള്ള രക്ഷപ്പെടലിനെയാണ് അപവർഗം അല്ലെങ്കിൽ ലിബറേഷൻ അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോക്ഷത്തിനാണ് അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള രക്ഷപ്പെടലിനാണ് ആക്ച്വലി ഭഗവാനോട് ആര് പ്രാർത്ഥിക്കുന്നത്? ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, ആരായാലും ഇപ്പോൾ ഈ ജിഷ്ണു അല്ലെങ്കിൽ അർജുനനാണെങ്കിലും, കുറച്ച് കഴിയുമ്പോൾ ധ്രുവ മഹാരാജാവാണെങ്കിലും, ഇനി കുറച്ച് കഴിയുമ്പോൾ ഗജേന്ദ്രനാണെങ്കിലും, എല്ലാവരും എന്താണ്? ഭൗതികമായിട്ടുള്ള കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയാലും വീണ്ടും ദുഃഖാലയം അശാശ്വതം തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്നുള്ള രക്ഷപ്പെടലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നവർക്ക് മനസ്സിലാകും. ധ്രുവ മഹാരാജാവ് എന്ത് ചെയ്തു? ധ്രുവ മഹാരാജാവിനോട് അമ്മ സുനീതി പറഞ്ഞു, എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്, നാരായണന് മാത്രം അറിയാം. നാരായണനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോകുന്നു കുട്ടി. അവിടെ വെച്ച് നാരദ മഹർഷി കണ്ടിട്ട് അവന് മന്ത്രദീക്ഷ നൽകുന്നു. എന്നിട്ട് വളരെയധികം കഠിന തപശ്ചര്യ അനുഷ്ഠിക്കാൻ പോകുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കും? ധ്രുവ മഹാരാജാവ് ഭഗവാനെ കാണുന്നു. എന്നിട്ട് എന്താണ് പ്രാർത്ഥിക്കുന്നത്? കാച്ചൻ വിചിൻവൻ അപി ദിവ്യരത്നം സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാചി. എന്താണ് ചോദിച്ചത്? സ്ഥാന അഭിലാഷി തപസി സ്ഥിതോ അഹം. എന്താണ് പറയുന്നത്? സ്ഥാനം അഭിലഷിച്ചുകൊണ്ട്, അതായത് അച്ഛൻ്റെ മടിയിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ധ്രുവ മഹാരാജാവ് അച്ഛനേക്കാളും മുത്തച്ഛനേക്കാളും, ഉത്താനപാദൻ്റെ അച്ഛൻ, അതായത് ബ്രഹ്മദേവനെക്കാട്ടിലും എന്താണ് വളരെ വലിയ ധനത്തിന് അധിപനായി മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. സ്ഥാന അഭിലാഷി തപസി സ്ഥിതോ അഹം. ഞാൻ തപസ് ചെയ്യാൻ തീരുമാനിച്ചത് സ്ഥാനം അഭിലഷിച്ചുകൊണ്ടാണ്. ത്വാം പ്രാപ്തവാൻ. എന്താണ് എനിക്ക് കിട്ടിയത്? അങ്ങയെയാണ് കിട്ടിയത്. ആരാണ് അങ്ങ്? ദേവ മുനീന്ദ്ര ഗുഹ്യം. ദേവന്മാരും മുനീന്ദ്രന്മാരും വളരെയധികം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വളരെയധികം തപശ്ചര്യ ചെയ്ത് കണ്ടുപിടിക്കുന്ന ആളാണ് ആര്? അങ്ങ്. അല്ലെങ്കിൽ സാക്ഷാത്കാരം ചെയ്യുന്ന ആളാണ് അങ്ങ്. കാച്ചൻ വിചിൻവൻ അപി ദിവ്യരത്നം. ഞാൻ ആഗ്രഹിച്ചിരുന്ന സാധനം എന്താണ് ഭഗവാനെ? കാച്ചൻ. കാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കാഞ്ച് ക ടുക്കട, പൊട്ടിയ ബ്രോക്കൺ ഗ്ലാസ്. ഫുൾ ഗ്ലാസ് ആണെങ്കിൽ പിന്നെ അതിന് ഉപയോഗമുണ്ടെന്ന് പറയും. ഈ പൊട്ടിയ ഗ്ലാസ്സിന് എന്താണ് ഉപയോഗമുള്ളത്? എടുത്ത് ദൂരെ കളയുകയുള്ളൂ. അതാണ് ധ്രുവ മഹാരാജ് പറയുന്നത്. സ്ഥാന അഭിലാഷി തപസി സ്ഥിതോ അഹം ത്വാം പ്രാപ്തവാൻ ദേവമുനീന്ദ്ര ഗുഹ്യം കാച്ചൻ വിചിൻവൻ അപി ദിവ്യരത്നം. ഞാൻ ബ്രോക്കൺ ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് തപശ്ചര്യ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയത് കോഹിനൂർ ഡയമണ്ടാണ്, ദിവ്യരത്നമാണ്. സ്വാമിൻ കൃതാർത്ഥോസ്മി. എനിക്ക് കൃതാർത്ഥനായി ഞാൻ. അങ്ങ് എനിക്ക് ഈ പ്രകാരം അഹൈതുകമായിട്ടുള്ള കാരുണ്യം തന്നതുകൊണ്ട് ഞാൻ കൃതാർത്ഥനാണ്. എനിക്ക് ഇനി ഒരു വരവും വേണ്ട. വരം നയാച്ചേ. എനിക്ക് ഇനി വരമേ വേണ്ട. എനിക്ക് അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ എല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭക്തിയുടെ പ്രത്യേകത ഇതാണ്. എന്താണ്? കാച്ചൻ വിചിൻവൻ അപി ദിവ്യരത്നം. ഗജേന്ദ്രൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വളരെ കാടിളക്കി നടക്കുന്ന മത്തഗജം. അവനാണെങ്കിൽ ഒരു ഋതുമത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത്, ത്രികൂട്ട പർവ്വതത്തിൽ, ഇവിടെയല്ല, ഇത് വേറൊരു പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യമാണ്. അവിടെ വന്നിട്ട് ഒരു വലിയ തടാകത്തിൽ ഇറങ്ങുമ്പോൾ അവൻ്റെ കാലിൽ ഒരു മുതല പിടികൂടുന്നു. ഹൂഹു എന്നൊരു ഗന്ധർവനാണ് ആ മുതലയായിട്ട് വരുന്നത്. ഈ ഗജേന്ദ്രൻ്റെ കാലിൽ പിടിക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടന്നിട്ട് ഗജേന്ദ്രൻ്റെ കൂട്ടുകാരും എല്ലാവരും അവനെ ഉപേക്ഷിച്ച് പോകുന്നു. ഒരു തടാകത്തിലുണ്ടായിരുന്ന ആ ഒരു താമരപ്പൂ വന്നിട്ട് പറിച്ച് ഭഗവാനോട് അർപ്പിച്ചുകൊണ്ട് പറയുകയാണ്,
മാതൃക്പ്രപന്ന പശുപാശ വിമോക്ഷണായ മുക്തായ ഭൂരികരുണായ നമോലയായ സ്വാംശേന സർവതനുഭൃൻ മനസി പ്രതീത പ്രത്യഗ്ദൃശേ ഭഗവതേ ബൃഹതേ നമസ്തേ. ഇങ്ങനെ ഒരുപാട് പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് അതെല്ലാം. എന്നിട്ട് അവസാനം എന്നെ ഇവിടെ മുതലയുടെ വായിൽ നിന്ന് രക്ഷിക്കൂ എന്നല്ല. ആരാണ് മുതലയുടെ വായിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന ആൾക്ക് തന്നെ ഭൗതിക സാഗരത്തിൽ നിന്നേ രക്ഷിക്കാൻ പറ്റുമെന്ന് ഗജേന്ദ്രൻ അറിയാം. അതുകൊണ്ട് എങ്ങോട്ടാണ് ഗജേന്ദ്രൻ ചോദിക്കുന്നത്? എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാത്രമല്ല മുക്തി വേണ്ടത്, എനിക്ക് കംപ്ലീറ്റ് ജന്മസാഗരത്തിൽ നിന്നും, ജനനം അല്ലെങ്കിൽ മരണം, ഇങ്ങനെയുള്ള ചക്രത്തിൽ നിന്നുമാണ് മുക്തി വേണ്ടത് എന്ന് പറയുന്നു. ഇവിടെ അർജുനനും ഈ പ്രകാരം എന്തു പറയുന്നു? അർജുനൻ, ഓ മൈ ലോർഡ് ശ്രീകൃഷ്ണ, അതായത് എന്താണ് പറയുന്നത്? അല്ലയോ ഭഗവാനെ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയംകരഃ. എന്താണ്? അങ്ങ് മഹാബാഹുവാണ്. ഹീ ഹൂ ഈസ് ദി ഓൾമൈറ്റി, സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷനാണ്. ഭക്താനാം അഭയംകരഃ, ഭക്തന്മാരുടെ ഭയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് സർവശക്തനാണ്. എന്താണ്? ആകയാൽ അങ്ങയുടെ ഭക്തരുടെ ഹൃദയത്തിൽ നിർഭയത ഉത്തരമായി പ്രവേശിപ്പിക്കാൻ അടുത്ത പേജ് സർവഥാ സമർത്ഥൻ അങ്ങ് മാത്രമാണ്. എന്താണ്? ഭക്താനാം അഭയം കരഃ ത്വം ഏകോ, അങ്ങ് മാത്രമാണ്. ദഹ്യമാനാനാം അപവർഗോസി സംശ്രുതേ. എന്താണ്? ഭൗതിക ക്ലേശങ്ങളിലെ അഗ്നിജാലകളാൽ, എന്താണ്? ദഹ്യമാനാനാം, ദഹിപ്പിക്കുന്ന, എന്ത്? അപവർഗോസി സംശ്രുതേ, സംസാരത്തിൽ നിന്നും തിരികെ അപവർഗത്തിലേക്ക്, ഈ പാ ഭ ബ ഭ മായിൽ തുടങ്ങുന്ന 5 തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത സ്ഥലത്തിനെയാണ് എന്തു പറയുന്നത്? അപവർഗം അല്ലെങ്കിൽ മോക്ഷം, ലിബറേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള പരിത്രാണ മാർഗം എന്ന് പറയുന്നത് അങ്ങയാണ്. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയം കരഃ ത്വം ഏകോ ദഹ്യമാണാനാം അപവർഗോസി സംശ്രുതേ. സംസാര ചക്രത്തിൽ നിന്നും, സംശ്രുതേ എന്ന് പറഞ്ഞാൽ in the midst of material miseries എന്നാണ്. Arjuna said, "Oh my Lord Shri Krishna, you are the almighty personality of Godhead. There is no limit to your different energies. Therefore, only you are competent to instill fearlessness in the hearts of your devotees. Everyone in the flames of material miseries can find the path of liberation in you only." അർജുനന് ചോദിക്കാമായിരുന്നു, ഇതെന്താണ് കൃഷ്ണ ഈ കാണുന്നത്? വെറുതെ ചോദിച്ചാൽ മതിയായിരുന്നു, ഭഗവാൻ പറയുമായിരുന്നു. പക്ഷേ അർജുനൻ ചോദിച്ചത് എന്താണ്? പ്രാർത്ഥനയാണ്. അതാണ് ഭഗവാനോട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ ആര് കാണിച്ചു തരുന്നത്? പ്രഭുപാദ്, വ്യാസദേവൻ, ഈ ആചാര്യന്മാർ പറയുന്നത്. നമ്മളിനി ആരോട് ചോദിക്കും എന്നാണ് പ്രഭുപാദ് ഇതിനകത്ത് എഴുതുന്നത്. ഒരു ഭഗവത് ഭക്തൻ നിർഭയനാകുന്നത് ഭക്തൻ ഭഗവാനെ അഭയം പ്രാപിക്കുമ്പോഴാണ്. നമ്മളെങ്ങനെയാണ് നിർഭയരാകുന്നത്? ഭൗതിക സാഗരത്തിൽ നിന്ന് നമ്മളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് ഭഗവാൻ. പക്ഷേ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുകയില്ല. അർജുനൻ സ്വന്തം പിന്നിൽ ആരെ കാണുന്നു? പാർത്ഥസാരഥിയെ കാണുന്നു. പക്ഷെ നമ്മൾ പിന്നിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പിന്നിൽ പാർത്ഥസാരഥിയെ കാണാനുള്ള കണ്ണ് നമുക്കില്ല. ഇവൻ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ അറിയാനുള്ള കണ്ണ് പോലും നമുക്കില്ല. അപ്പോൾ നമ്മൾ ആരെയാണ് അഭയം പ്രാപിക്കുന്നത് എന്നാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. സംസാരധാവാ നലലീഠലോക ത്രാണായ കാരുണ്യാഘനാഘനാത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. ഇതാണ് പ്രഭുപാദ് ഇവിടെ പറയിരിക്കുന്നത്. എന്താണ്? ദി സ്പിരിച്വൽ മാസ്റ്റർ ഇസ് ദ mercy representative of the Lord. Therefore, a person burning in the flames of material existence may receive the rains of mercy of the Lord through the transparent medium of the self-realized spiritual master. ഇതാണ് പ്രഭുപാദ് തന്നിരിക്കുന്നത് ഗുരുവാഷ്ടകം.
സംസാര ധാവ അനല ലീഠ ലോക. എന്താണ് സംസാരം? ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഒരു ബ്ലേസിങ് ഫയറാണ്. ത്രാണായ, അതിനകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ബ്ലേസിങ് ഫയർ, കാട്ടുതീ എന്ന് വിചാരിച്ചുകൊള്ളൂ. നമ്മൾ ഒരു കപ്പ് വെള്ളം കൊണ്ടൊഴിച്ചാൽ കാട്ടുതീ ശമിക്കുമോ? ഇല്ല. ഇനി ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാലോ ശമിക്കുകയില്ല. ആര് വരണം? ഘനഘനത്വം. എന്താണ്? ഈ മേഘം ആകുന്ന വളരെ കൃപാലുവായിട്ടൊരു മേഘം വന്ന് മഴ പെയ്പ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഫർലോങ് ദൂരത്തിലുള്ള കാട്ടുതീ പോലും തനിയെ അണഞ്ഞു പോകും. സോ സംസാരമാകുന്ന അനല അല്ലെങ്കിൽ ആ ഒരു ബ്ലേസിങ് ഫയറിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആ മേഘം ആരാണ്? സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ മേഴ്സിയാണ്, അല്ലെങ്കിൽ കാരുണ്യമാണ്. അപ്പോൾ നമ്മൾക്ക് ആപത്ത് വരുമ്പോൾ നമ്മൾ ഭഗവാനെ അഭയം പ്രാപിക്കുന്നത് ആരിൽ കൂടിയാണ്? ഗുരുവിൽ കൂടെയാണ്. അതും ഈ ആപത്തെന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ പറയുന്ന ഒരു പരീക്ഷ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അസുഖം വരുമ്പോഴോ ഉള്ള അഭയം പ്രാപിക്കലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പോഴും നമ്മൾ ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കണം. കാരണം നമ്മുടെ കർമ്മത്തിനനുസരിച്ച് എന്താണോ നമുക്ക് കിട്ടാനുള്ളത് അത് നമ്മൾക്കുണ്ടാകും. എപ്പോഴാണോ നമ്മളുടെ ബുദ്ധിമുട്ട് മാറേണ്ടത് അത് ഭഗവാൻ തീരുമാനിക്കും. ഭക്തൻ അതിനെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യും. തന്നെ കൊണ്ട് എന്താണോ ആ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത് അയാൾ, വൈദിക സാഹിത്യങ്ങൾ എന്താണോ ധാർമ്മികമായിട്ട് ചെയ്യാൻ പറയുന്നത് അത് ധാർമ്മികമായിട്ട് ചെയ്യുകയും ചെയ്യും. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ആരോഗ്യം നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് ചെയ്യുക എന്നുള്ളത് തൻ്റെ പാതിയാണ്. അതിന് റിസൾട്ട് കിട്ടുക എന്നുള്ളത് ഭഗവാന്റെ പാതിയാണ്. അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. നമ്മൾ മരുന്ന് കഴിക്കുക എന്ന് മാത്രമേ അത് ശരീരത്തിൽ എങ്ങനെ ഇഫക്റ്റ് ആകണം എന്നുള്ളത് ഭഗവാൻ തന്നെ തീരുമാനിക്കും. വേറെ ആർക്കും അത് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷെ മരുന്ന് കഴിക്കണം. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ നമ്മൾക്ക് ആ സമയത്ത് ഉചിതമായി തോന്നുന്നത് അത് ചെയ്യണം. പക്ഷെ അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് ഭഗവാൻ ചെയ്യുന്നതാണ്. പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരുന്നു, അതിനകത്ത് നമ്മൾ എങ്ങനെ എഴുതുന്നു, ഇതെല്ലാം ഭഗവാൻ തീരുമാനിക്കുന്നതാണ്. അതിൻ്റെ റിസൾട്ടും ഭഗവാൻ തീരുമാനിക്കുന്നതാണ്. ഒരു ഭക്തൻ താൻ പാതി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ പാതിയെക്കുറിച്ച് അയാൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാന്റെ പാതി ബെസ്റ്റ് ആയിരിക്കുമെന്ന് അയാൾക്ക് അറിയാൻ പറ്റും, അല്ലേ? അപ്പോൾ ഇവിടെയും അതുതന്നെയാണ്. നമ്മൾ ഈ പറയുന്ന ദുഃഖം എന്ന് പറയുന്നത് അർജുനൻ ബ്രഹ്മാസ്ത്രം കണ്ടതുപോലെ ഭൗതിക ദുഃഖം മാത്രമല്ല, നമുക്ക് മൊത്തത്തിലേ ദുഃഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ദുഃഖത്തിന് അന്തം കുറിക്കാൻ വേണ്ടിയിട്ട് എന്തേ പറ്റുകയുള്ളൂ? ഇവിടെ നിന്നും തിരികെ പോയാൽ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ദുഃഖാലയം അശാശ്വതം തന്നെയാണ്. ഇവിടെ നിന്നും എങ്ങനെയാണ് തിരികെ പോകുന്നത് എന്നതാണ് നമ്മുടെ പ്രൈമറി പ്രശ്നം. റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഡെത്ത് ആണ് നമ്മുടെ പ്രൈമറി പ്രശ്നം. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? നമ്മുടെ താൽക്കാലിക പ്രശ്നങ്ങളൊക്കെ മാറുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും താൽക്കാലിക പ്രശ്നം വരും, അതിനെ നേരെയാക്കും അടുത്ത താൽക്കാലിക പ്രശ്നം വരും, അതിനെ നേരെയാക്കും അടുത്ത താൽക്കാലിക പ്രശ്നം വരും. അതുകൊണ്ടാണ് ഭൗതിക ജീവിതം അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതം കിട്ടുന്ന വ്യക്തി ആത്മസാക്ഷാത്കാരത്തിനാണ് ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നത്. അത് ആരെക്കൊണ്ടാണ് സാധിക്കുക? ഒരു ആധ്യാത്മിക ഗുരുവിനെ അഭയം പ്രാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സംസാരധാവ അനല ലിഢ ലോക ത്രാണായ കാരുണ്യ ഘനഘനത്വം. എന്താണ് ആ മേഘം എന്ന് പറയുന്നത്? സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ മേഴ്സിയാണ്. അതിന് മാത്രമേ നമ്മളെ ഇതിനകത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. പ്രാപ്തസ്യ കല്യാണ ഗുണ ആർണവസ്യ. ആ മേഘം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? കല്യാണ ഗുണ ആർണവസ്യ. ആർണവം എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ. എന്തിൻ്റെയാണ്? കല്യാണ ഗുണങ്ങളുടെ കടലാണ് ആത്മീയ ഗുരു. ആ കടലിൽ നിന്നുമുള്ള ജലമാണ് എന്ത്? നമ്മളുടെ അസ്തിത്വത്തിൻ്റെ അഗ്നിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരു കൃപ എന്ന് പറയുന്നത്. മഴയാണ് ആ കൃപ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്താണ് ഗുരുവാഷ്ടകത്തിലെ ആദ്യത്തെ പോയം. അതാണ് ഇവിടെ പ്രഭുപാദ് നമുക്ക് പർപ്പുട്ടിൽ എഴുതി തന്നിരിക്കുന്നതും. അർജുനൻ എങ്ങനെയാണോ ഭഗവാനെ അഭയം പ്രാപിച്ചത്, നമ്മളുടെ ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആത്മീയ ഗുരു, ഭഗവാൻ തന്നെയാണ് ആത്മീയ ഗുരു എന്ന് പറയുന്നത്. അതിന് വ്യത്യാസമുണ്ട്. എന്താണ് ഭഗവാൻ പറയുന്നത്? ആചാര്യ മാം വിജാനീയാൻ ന അവമന്യേത കർഹിച്ചിത് ന മർത്യബുദ്ധ്യ അസൂയന്തോ സർവദേവമയോ ഗുരു. ആചാര്യ മാം വിജാനീയാൻ ഉദ്ധവരോട് പറയുകയാണ് ഭഗവാൻ 12ാമത്തെ ക്യാൻറ്റോയിൽ, ഉദ്ധവഗീതയിൽ ഉദ്ധവനോട് പറയുന്നതാണ്.
ആചാര്യം ഉദ്ധവർക്ക് നൽകുന്ന ഉപദേശം, ഉദ്ധവഗീതയല്ല, ഉദ്ധവർക്ക് നൽകുന്ന ഉപദേശം, ആചാര്യ മാം വിജാനീയാൻ, ഞാൻ തന്നെയാണ് ആചാര്യൻ. അതിൻ്റെ അർത്ഥം ആചാര്യൻ ഭഗവാനാണ് എന്നല്ല, ആചാര്യൻ ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നാണ്. അപ്പോൾ സുതാര്യമായ മാധ്യമമാണ് ആചാര്യൻ. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന് അഭയം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ആത്മീയ ഉന്നതി യഥാർത്ഥത്തിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുരു, അല്ലെങ്കിൽ ഇതാണ് ഗുരുവിൻ്റെ പ്രത്യേകത, ഗുരുവിൻ്റെ പ്രാധാന്യം എന്ന് പ്രഭുപാദ് ഇവിടെ നമ്മളോട് പറഞ്ഞു തരികയാണ്. ആരഭയം പ്രാപിച്ചു? അർജുനൻ കൃഷ്ണനെ അഭയം പ്രാപിച്ചു. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയം കരഃ ത്വം ഏകോ ദഹ്യമാണാനാം അപവർഗോസി സംശ്രുതേ എന്ന് പറയുന്നു. ഇനി എന്ത് പറയും? 23-ാമത്തെ ശ്ലോകം. ത്വമാദ്യഃ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പരഃ മായാം യൂഢസ്യ ചിത്ശക്ത്യാ കൈവല്യ സ്ഥിത ആത്മനി. ത്വമാദ്യ പുരുഷം സാക്ഷാത് ഈശ്വര പ്രകൃതേ പരഃ മായാം യൂഢസ്യ ചിത്ശക്ത്യാ കൈവല്യേ സ്ഥിത ആത്മനി. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പരഃ മായാം യൂഢസ്യ ചിത്ശക്ത്യാ കൈവല്യേ സ്ഥിത ആത്മനി. എന്താണ് 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്? ത്വം ആദ്യ പുരുഷ. എന്താണ് ആദ്യ പുരുഷ? ആദി പുരുഷൻ. അതാണ് എന്താണ്? ഭഗവാനെ അങ്ങ് ഫസ്റ്റ്, അല്ലെങ്കിൽ ദ സുപ്രീം ഒറിജിനൽ പരമദിവ്യോത്തമ പുരുഷൻ, അതായത് ഒറിജിനൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്ഹെഡ് ആണ്. പുരുഷ എന്നതിൻ്റെ അർത്ഥം എന്താണ്? വ്യക്തി, ആസ്വദിക്കുന്ന വ്യക്തി എന്നാണ്. പുരുഷനും പ്രകൃതിയും 2 വാക്കുകളുണ്ട് വൈദിക സാഹിത്യങ്ങളിൽ. പുരുഷൻ, ഒരേ ഒരു പുരുഷനേ ഉള്ളൂ. അതാരാണ്? പരമദിവ്യോത്തമ പുരുഷൻ. ബാക്കി എല്ലാം പ്രകൃതിയാണ്. ഒരാണും പ്രകൃതിയാണ്, പെണ്ണും പ്രകൃതിയാണ്. എന്താണ്? ഈ കാണുന്ന ഭൗതിക വസ്തുക്കൾ എല്ലാം പ്രകൃതിയുടെ മാനിഫെസ്റ്റേഷനാണ്. എന്തുകൊണ്ടാണ് പ്രകൃതി എന്ന് പറയുന്നത്? ഒരേ ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഭഗവാന്റെ ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണ്. പ്രകൃതിയിൽ, അതായത് നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന പ്രകൃതിയിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും കാണാം, ഏത് ജീവജാലത്തിനും കാണാം. പക്ഷെ അവരെല്ലാം ടോട്ടലി നമ്മൾ പ്രകൃതി എന്നേ പറയുകയുള്ളൂ. കാരണം പുരുഷൻ ഒരേ ഒരാളേ ഉള്ളൂ. ത്വമേകോ, ആരാണ്? ഭഗവാൻ മാത്രമേ ഒറിജിനൽ സുപ്രീം പേഴ്സണാലിറ്റി എന്ന് പറയുള്ളൂ. ആരാണ് പറയുന്നത്? ഇവിടെ അർജുനൻ പറയുന്നു ത്വം ആദ്യഃ പുരുഷഃ സാക്ഷാത് ഈശ്വരഃ. നിയന്ത്രിക്കുന്ന ആൾ, ഈശ്വരൻ. അല്ലെങ്കിൽ എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളർ എന്നാണ് അർത്ഥം. അതാരാണ്? ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. പ്രകൃതേ പരഃ. പിന്നെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം മാത്രമേ ഈ പ്രകൃതിക്ക് പരനായിട്ടുള്ളൂ. പരഹ എന്ന് പറഞ്ഞാൽ അതീതനായിട്ടുള്ളൂ. നോക്കൂ, 2 സെൻറ്റൻസിൽ ഭഗവാന്റെ മൊത്തം ഗുണങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ത്വം, അങ്ങ്, ആദ്യഃ ഒറിജിനൽ, പുരുഷഃ ദി എൻജോയർ, സാക്ഷാത് ഈശ്വരഃ സുപ്രീം കൺട്രോളർ, പ്രകൃതേ പരഃ. എന്താണ്? ഭൗതിക പ്രകൃതിക്കും അതീതനായിരിക്കുന്ന ആളാണ്. പിന്നെ മായാം വ്യൂഢസ്യ ചിത് ശക്തിയാ. എന്താണ്? അങ്ങയുടെ ചിത് ശക്തി കൊണ്ട്. ചിത് ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങയുടെ അന്തരംഗ ശക്തി കൊണ്ട്. മായാം വ്യൂഢസ്യ, അതായത് ഇവിടെ എന്താണ് പറയുന്നത്? യു ഹാവ് കാസ്റ്റ് അവേ ദ ഇഫക്റ്റ് ഓഫ് ദ മെറ്റീരിയൽ എനർജി ബൈ ദിൻറ്റ് ഓഫ് യുവർ സ്പിരിച്വൽ പൊട്ടൻസി. എന്നിട്ട് കൈവല്യേ സ്ഥിത ആത്മനി, അങ്ങ് എപ്പോഴും എറ്റേണൽ ബ്ലിസ്, അല്ലെങ്കിൽ അനന്തമായിട്ടുള്ള ആനന്ദത്തിലും ജ്ഞാനത്തിലും നിവിഷ്ടനായിരിക്കുന്നു, അല്ലെങ്കിൽ സ്ഥിതനായിരിക്കുന്നു. കൈവല്യേ സ്ഥിത ആത്മനി. ഓക്കെ, എന്താണ് പറഞ്ഞത്? ത്വം ആദ്യഃ പുരുഷഃ സാക്ഷാത് ഈശ്വരഃ പ്രകൃതേ പരഃ. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. മായാം വ്യൂഢസ്യ ചിത് ശക്തിയാ. എന്താണ് മായാം എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽ എനർജി. വ്യൂഢസ്യ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഹാസ് ത്രോൺ എ സൈഡ്. ഈ മായയ്ക്ക് അതീതനായിരിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ഭഗവാൻ. മായയിൽ വീഴാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും മായയുടെ ബന്ധനത്തിൽ
14 ലോകങ്ങളിൽ ബ്രഹ്മദേവൻ മുതൽ ഇങ്ങ് താഴെയുള്ള ഏത് ഗ്രഹങ്ങൾ നോക്കിയാലും അതിൻ്റെ അകത്തുള്ള എല്ലാ തരത്തിലുമുള്ള ജീവജാലങ്ങളും മായയ്ക്ക് അധീനരാണ്. ആകെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്തിൻ്റെയാണോ മമ മായ ദുരത്യയ എന്ന് പറയുന്ന ആൾ ആരാണ്? ഭഗവാൻ. ചിത് ശക്തിയാ കൈവല്യേ സ്ഥിത ആത്മനി. ആ ചിത് ശക്തി കൊണ്ട് അങ്ങയുടെ എന്താണ് ബൈ ദ ഡിൻറ്റ് ഓഫ് ഇൻറ്റേർണൽ പൊട്ടൻസി അന്തരംഗ ശക്തി കൊണ്ട് കൈവല്യേ സ്ഥിത ആത്മനി, അതായത് അങ്ങ് എവിടെയാണ്? എറ്റേണൽ നോളജ് ആൻഡ് ബ്ലിസ്. കൈവല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ പ്യോർ എറ്റേണൽ നോളജ് ആൻഡ് ബ്ലിസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശുദ്ധമായ നിത്യജ്ഞാനത്തിലും പരമാനന്ദത്തിലും, ബ്ലിസ് ആൻഡ് നോളജ്, ആനന്ദത്തിലും നിത്യജ്ഞാനത്തിലും സ്ഥിതി ചെയ്യുന്നവനാണ്. എന്തിനാണ് ഇവിടെ ഇതെല്ലാം പറയുന്നത് അർജുനൻ? അർജുനൻ വെറുതെ പറഞ്ഞാൽ പോരെ, എന്താ കൃഷ്ണ ഈ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കൂലേ? ഇല്ല, ഇങ്ങനെയാണ് ഭഗവാനോട് അഭ്യർത്ഥിക്കേണ്ടത്. ഫസ്റ്റ് യു ഗ്ലോറിഫൈ കൃഷ്ണ. ഗ്ലോറിഫൈ ചെയ്യാനുള്ള ശ്ലോകങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഭീഷ്മദേവൻ്റെ പ്രേയേഴ്സ്, കുന്തി ദേവിയുടെ പ്രേയേഴ്സ്, അർജുനൻ്റെ പ്രേയേഴ്സ്, പ്രഹ്ലാദ് മഹാരാജിൻ്റെ പ്രേയേഴ്സ്, ധ്രുവ മഹാരാജിൻ്റെ പ്രേയേഴ്സ്, പൃഥു മഹാരാജിൻ്റെ പ്രേയേഴ്സ്. ഭാഗവതത്തിലെ പ്രേയേഴ്സിന് ഒരു പഞ്ഞവുമില്ല. ഗജേന്ദ്രൻ്റെ പ്രേയേഴ്സ്, എത്ര മനോഹരമായ പ്രേയേഴ്സാണ്. ഏതെങ്കിലും ഒരു പ്രേയേഴ്സ് പഠിച്ചു വെക്കാം. ആരുടെ ദ്രൗപദിയുടെ പ്രേയേഴ്സ്, പിന്നെ എന്താണ് ഗോപിമാരുടെ പ്രേയേഴ്സ്, പിന്നെ ഒരുപാട് ആൾക്കാരുടെ പ്രേയേഴ്സ് ഭാഗവതത്തിനകത്തുണ്ട്. നമ്മൾ 18 അധ്യായങ്ങളിൽ 18,000 ശ്ലോകങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രേയേഴ്സ് കാണാം. അതിലേതെങ്കിലും ഒരു പ്രേയർ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ഈ പ്രേയേഴ്സ്? നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്താണ്, നമുക്ക് സ്വന്തമായിട്ട് പ്രേയേഴ്സ് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ് രസാഭാസം എന്ന് പോലും നമുക്കറിയത്തില്ല. എന്ത് രസത്തിലാണ് ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പരമഭക്തന്മാർ പറയുന്നത് പോലെയുള്ള പ്രേയേഴ്സ് ഒന്നും നമുക്ക് രചിക്കാൻ പറ്റുകയില്ല. കാരണം അത് ഭഗവാൻ വന്നിട്ട് അപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? പ്രോപ്പർ പ്രേയേഴ്സ് ആയിരിക്കണം. ഭഗവാൻ എന്താണ് പറയുന്നത്? ഉത്തമ ശ്ലോകൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് പ്രയർ ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഈ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന പ്രയേഴ്സ് വെച്ച് ഭഗവാനെ സ്തുതിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണ് അർജുനൻ പറഞ്ഞത്? ത്വം ആദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പരഃ മായാമ്യൂഢസ്യ ചിത്ശക്തിയ കൈവല്യേ സ്ഥിത ആത്മനി. എന്താണ് പറയുന്നത്? സർവ്വ സൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്ന യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനും ഭൗതിക ശക്തിക്ക് അതീതനും അങ്ങാകുന്നു. അങ്ങയുടെ ആത്മീയ ശക്തിയെ മാർഗമാക്കി ഭൗതിക ശക്തിയുടെ പരിണാമങ്ങളെ അങ്ങ് ആട്ടിയകറ്റുന്നു. അങ്ങ് സദാ നിത്യപരമാനന്ദത്തിലും അതീന്ദ്രിയജ്ഞാനത്തിലും നിവിഷ്ടനായിരിക്കുന്നു. അർജുനൻ ആരോടാണ് പറയുന്നത്? പാർത്ഥസാരഥിയോടാണ് പറയുന്നത്. ഡ്രൈവറാണ് അർജുനൻ്റെ. പക്ഷേ അത് സാധാരണ ഡ്രൈവർ അല്ല എന്ന് ആർക്ക് മനസ്സിലായി? കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അർജുനന് മനസ്സിലായി. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഇതൊക്കെ അർജുനൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു അങ്ങ് ഇങ്ങനെയൊക്കെയാണ് എന്ന്. എന്താണ് പറഞ്ഞത്? ഇതാണ് അർജുനൻ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്ന പ്രേയേഴ്സ്. അങ്ങ് സദാ നിത്യപരമാനന്ദത്തിലും അതീന്ദ്രിയജ്ഞാനത്തിലും നിവിഷ്ടനായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നാണ് ഇവിടെ പ്രഭുപാദ തൻ്റെ പർപ്പട്ടിൽ പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ സർവ്വതും ഉത്ഭവിക്കുന്ന യഥാർത്ഥ അപൂർവ കൽപ്പിതനായ ആദിപുരുഷനായ ഭഗവാനാണ്. ഭൗതിക സൃഷ്ടിക്ക് അതീതനായാൽ ഭൗതിക ആവിഷ്കാരങ്ങളുടെ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. അത് കഴിഞ്ഞിട്ടുള്ള പേജിലാണ് എന്തിനാണ് നമ്മൾ ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കേണ്ടത് എന്ന് പറയുന്നത്. നോക്കട്ടെ, അടുത്ത പേജിലേക്ക് പോകാം. അന്ധകാരം സൂര്യൻ്റെ പ്രതിലോമ ചിത്രീകരണമാകുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇംഗ്ലീഷ് വായിച്ചു നോക്കാം. എന്താണ്? ഡാർക്ക്നെസ് ഈസ് എ പെർവേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ ഉദിച്ചിരിക്കുമ്പോൾ അന്ധകാരം ഉണ്ടാവുകയില്ല. അപ്പോൾ സൂര്യൻ ഇല്ലാത്ത അവസ്ഥയിലാണ് അന്ധകാരം ഇരിക്കുന്നത്. അതാണ് പറയുന്നത്. പ്രതിലോമം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം. സൂര്യൻ്റെ പ്രതിലോമ ചിത്രീകരണമാണ് അന്ധകാരം. അതായത് സൂര്യൻ ഉള്ളപ്പോൾ അന്ധകാരമില്ല, സൂര്യൻ ഇല്ലെങ്കിൽ അന്ധകാരമുണ്ട്. ഇതാണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ. ആകയാൽ അന്ധകാരത്തിൻ്റെ നിലനിൽപ്പ് സൂര്യൻ്റെ വർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ സൂര്യൻ സന്നിഹിതനായിരിക്കുമ്പോൾ അവിടെ അന്ധകാരത്തിൻ്റെ സൂചന പോലും ഉണ്ടാവില്ല. സൂര്യൻ പൂർണ്ണമായും പ്രകാശപാത്രമാണ് എന്നതുപോലെ ഭൗതിക അസ്തിത്വത്തിന് അതീതമായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പൂർണ്ണമായും പരമാനന്ദ പരിപൂർണനാണ്. ഭഗവാൻ പരമാനന്ദ പൂരിതൻ മാത്രമല്ല, അതീന്ദ്രിയങ്ങളായ ഗുണസമ്പൂർണനുമാകുന്നു. അതുകൊണ്ട് ഭഗവാന് ഉള്ള ശക്തിയെ എന്ത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഭഗവാനെ ആശ്രയം പ്രാപിച്ചാൽ മാത്രമേ, അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മായ ഇസ് നെസയൻസ്, കൃഷ്ണ ഇസ് ദ സൺ, അല്ലെങ്കിൽ നോളജ്. വേർ ദർ ഇസ് നോളജ് ദർ ഇസ് നോ നെസയൻസ് എന്ന് പറയും. എന്താണ്? കൃഷ്ണ സൂര്യ സമ മായാഹൈ അന്ധകാര ജഹാ കൃഷ്ണ തഹ നഹി മായാരാധികാര എന്നാണ് പറയുന്നത്. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ്? പരിപൂർണമായിട്ടുള്ള സൂര്യനെ പോലെ പ്രകാശമാനമായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഉള്ളപ്പോൾ മായ എന്ന് പറയുന്ന അന്ധകാരത്തിന് നമ്മളുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അർജുനൻ ആരെ ശരണം പ്രാപിക്കുന്നത്? ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. അപ്പം നമുക്ക് ഈ പ്രേയേഴ്സ് ഇനി 1-2 കൂടിയുണ്ട്. അതിനുശേഷം അർജുനൻ വന്നിട്ട് ഭഗവാനും അർജുനനും ചേർന്ന ദ്രോണാചാര്യരുടെ ആ പുത്രനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാം അടുത്ത ക്ലാസ്സിൽ. അടുത്ത വ്യാഴാഴ്ച നമുക്കിതിൻ്റെ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും വളരെയധികം നന്ദി. ഹരേ കൃഷ്ണ.